ഈ സമയത്ത് നമ്മൾ ഹൈറായ കാര്യങ്ങളിലേക്ക് നമ്മുടെ മക്കളെ അടുപ്പിക്കുക, അതിനുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. അത് നമുക്കറിയാം, മക്കള് സ്കൂളിലും മദ്രസയിലും പോകുന്ന സമയത്ത് നമുക്ക് ഇടപഴകാനുള്ള സമയം വളരെ കുറവാണ്. പക്ഷെ ഈ സമയം നമുക്ക് ആ ഒരു നഷ്ടം അത് നികത്താനുള്ള ഒരു സമയമായിട്ട് നമ്മൾ കാണുക. നമ്മുടെ മക്കളിൽ നന്മ വളർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അങ്ങേറ്റം ക്ഷമ നല്ലവണ്ണം വേണ്ടി വരും. മക്കളെ തർബിയത്ത് ചെയ്യാൻ നല്ലപോലെ ക്ഷമ വേണം. ആര് ക്ഷമിക്കുന്നോ ആ ക്ഷമിക്കുന്ന രക്ഷിതാക്കൾക്കാണ് ആ മക്കളിലൂടെ ഉപകാരം ഉണ്ടാവുക. അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. നമ്മൾ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ചെയ്യുക, അതിലൂടെ നമ്മൾ അവരെ ശപിക്കുക. ഇതിനൊക്കെ ഇബ്ലീസിന്റെ പ്രചോദനം നല്ലോണം. കാരണം ഏതെങ്കിലും ഒരു കുട്ടി പിഴച്ചു പോയി ജനകക്കാരനാവുക എന്നുള്ളതാണ് ഇബ്ലീസിന്റെ ആഗ്രഹം. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ ഇബ്ലീസ് നമുക്ക് ഉണ്ടാക്കി തരും. പക്ഷേ അവിടെ നമ്മൾ ക്ഷമ കൈക്കൊണ്ടാൽ ആ മക്കളിലൂടെ നമുക്ക് വിജയമാവും. അപ്പൊ പ്രത്യേകം മക്കളുടെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗിക്കാൻ കൊടുക്കുന്ന സമയത്തും നമ്മൾ അതിനൊക്കെ ഒരു ലിമിറ്റ് വെച്ച് നമ്മുടെ കൺട്രോളിൽ തന്നെ ആവുന്ന രീതിയിലാവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അതുമായി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവരും വേണ്ട വിധത്തിൽ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ, ഇഖ്ലാസുള്ള മുത്തഖീങ്ങളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا وحبيبنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين على سيدنا الملك الجبار يا الله. അല്ലാഹുവേ, ഈ പള്ളിയിലേക്കും കോളേജിലേക്കും സംഭാവനകളായി നൽകിയത് റബ്ബേ നീ കബൂൽ ചെയ്യണേ അല്ലാഹുവേ. അതുപോലെ തന്നെ മാർക്കറ്റിലേക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ കടകളിലും വീടുകളിലും വെച്ച് ബോക്സുകളിലേക്കൊക്കെ നൽകുന്ന സംഭാവനകൾ അല്ലാഹുവേ വിവിധ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് റബ്ബേ. ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹുവേ. ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ റബ്ബേ. രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ റബ്ബേ ഹോസ്പിറ്റലുകളിലും വീടുകളിലും സ്വദേശത്തും വിദേശത്തുമായി കഴിയുന്നവരുടെ റബ്ബേ അവർക്കൊക്കെ നീ പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹുവേ. പരിപൂർണമായ ശിഫാ നൽകണേ റബ്ബേ. ഹോസ്പിറ്റലുകളിൽ വീട്ടിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ ആപത്ത് മുസീബത്തുകൾ, അപകടങ്ങൾ, മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, മാരകമായ അസുഖങ്ങൾ അല്ലാഹുവില്ലാത്തവർക്ക് നീ കാത്തു രക്ഷിക്കണേ അല്ലാഹു. ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാക്കണേ അല്ലാഹുവേ. കച്ചവടങ്ങൾ, ബിസിനസ്സുകൾ, കൂലി വേലകൾ, വരുമാന മാർഗങ്ങൾ എല്ലാത്തിലും നീ ഖൈറും ബറക്കത്തും നീ ചൊരിഞ്ഞു നൽകണേ അല്ലാഹ്. വീടുകളിലും കുടുംബങ്ങളിലും നീ ബറക്കത്ത് ചൊരിയണേ റബ്ബേ അല്ലാഹുവേ. വീടുകളിൽ നീ ഐശ്വര്യം പ്രദാനം ചെയ്യണേ, സമാധാനം നൽകണേ റബ്ബേ അല്ലാഹു. ഞങ്ങളുടെ മഹല്ലത്തിൽ നീ ഖൈറും ബറക്കത്തും ചൊരിയണേ അല്ലാഹ്. ഐക്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. റഹ്മാൻ റഹീമായ റബ്ബേ, മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി സംഭാവനകൾ നൽകിയവരുണ്ട് അല്ലാഹുവേ. അവരുടെ ഖബറുകളിലേക്ക്, റൂഹുകളിലേക്ക് നിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഏതെങ്കിലും തരത്തിലുള്ള അദാബുകളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അവരുടെ ഖബറിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ റബ്ബേ ഇതിന്റെ സവാബ് കാരണമായി എല്ലാം നീ ഈ നിമിഷം തന്നെ നീ ദൂരീകരിക്കണേ അല്ലാഹ്. പകരം നീ സ്വർഗീയമായ അനുഭൂതി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മറ്റു സ്വാലിഹീങ്ങളോടും അല്ലാഹുവേ അവരെയും ഞങ്ങളെയും നീ കുടുംബ സമേതം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ ലിഖാഉം റിളയും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് പുഞ്ചിരി തൂവി തൗബത്തുൻ നസൂഹയോടുകൂടെ വെള്ളിയാഴ്ച രാവിലെയോ പകലിലോ ഇവിടെ പറയാനുള്ള സൗഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. بفضلك وكرمك وجودك يا اكرم الاكرمين وبحق سيدنا محمد صلى الله وسلم وبارك عليه وعلى اله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.